ഈ വീഡിയോയിൽ കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാനുകാർക്ക് വെറുതെ ഇരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയാണ്. പാകിസ്ഥാനിൽ ബിലാവൽ ഭൂട്ടോ സർദാരി എല്ലാവർക്കും അറിയാമല്ലോ. അത് കഴിഞ്ഞ ഇമ്രാൻഖാൻ്റെ ടൈമിൽ അവരുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു ബിലാവൽ ഭൂട്ടോ. ബനസീർ ഭൂട്ടോയുടെ മകനാണ്. ശരിക്കും UK-യിലാണ് കംപ്ലീറ്റ് സെറ്റപ്പ് ഉള്ളത്. പിന്നെ ഈ ടൂറിസ്റ്റ് വരുന്ന പോലെ പാകിസ്ഥാനിലേക്ക് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഇറങ്ങി ചെറുതായിട്ടൊന്ന് തലയൊക്കെ കാണിച്ചിട്ട് പോകും. ഇടയ്ക്കിടയ്ക്ക് 1-2 സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തുവിടും. ചുരുക്കി പറഞ്ഞാൽ പക്വതയില്ല, മെച്യൂരിറ്റി തീരെ ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പം പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ, ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഹാഫിസ് സയ്യിദിനെയും അതുപോലെ മസൂദ് അസറിനെയും രണ്ടുപേരെയും ഞങ്ങൾക്ക് ഇന്ത്യക്ക് കൈമാറുന്നതിനോട് ഒരു എതിർപ്പൊന്നുമില്ല എന്നുള്ള അത് ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞങ്ങ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ ബിലാവൽ ഭൂട്ടോയ്ക്ക് പാകിസ്ഥാന്റെ നിലവിലെ ക്യാബിനറ്റിൽ യാതൊരു റാങ്കും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു തീരുമാനത്തിനും പുള്ളിയെ ഇടപെടുത്താറില്ല. പുള്ളിക്ക് അവിടെ യാതൊരു റോളും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. വെറുതെ ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചില വാർത്തകളും ചില ബ്ലണ്ടേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി കുറച്ച് ഷാർപ്പ് ഡയലോഗുകൾ പറയും. ഇൻഡസ് വാലിയിൽ നിന്ന് വെള്ളം ഞങ്ങൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണ് ഈ ബിലാവൽ ഭൂട്ടോ എന്ന് പറഞ്ഞ പക്വതയില്ലാത്ത അമുൽ ബേബി. അപ്പൊ ഈ വ്യക്തി ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇതേപോലെ 2 ഭീകരന്മാരായ തീവ്രവാദികളെ ഇന്ത്യക്ക് വളരെ നിസ്സാരത്തിൽ കൈമാറാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മീഡിയ അറ്റൻഷൻ കിട്ടും, നല്ല രീതിയിൽ ഇങ്ങനെ പത്രത്തിലൊക്കെ അടിച്ചു വരും, നമ്മളൊക്കെ വാർത്ത ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. പാകിസ്ഥാൻ ഒട്ടാകെ ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറും. അങ്ങനത്തെ ഒരു തലതിരിഞ്ഞ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമാണ് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ എന്തായാലും പറഞ്ഞത് നല്ല കാര്യമാണ്. അത് ഇന്ത്യക്ക് തരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ രണ്ടുപേരെ തന്നാൽ തീരുമോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊതുങ്ങില്ല. പാകിസ്ഥാന്റെ തീവ്രവാദ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അത് ഒരുപാട് പറയാനുണ്ട്. ഈ 2 തീവ്രവാദികളെ നമുക്ക് തന്നിട്ട് അത് എന്നേക്കുമായിട്ട് റിസോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന വിഷയമല്ല. ഇപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാനിന് ഇന്ത്യയുടെ ആവശ്യമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പല പ്രശ്നങ്ങൾ നടക്കുന്നെങ്കിലും നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ മേടിക്കാനൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള താല്പര്യമുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് അവർക്ക് ലൈഫ് സേവിങ് മെഡിസിൻസ് ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അതിലൊന്നും യാതൊരു മാറ്റവും തർക്കവുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലണ്ടറാണ്. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് പാകിസ്ഥാന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ആരും തന്നെ, പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററോ പോലും ഈ ഒരു പ്രസ്താവന പറഞ്ഞിട്ടില്ല. ഇത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു സാധാരണക്കാരൻ, ഒരു ലേമാൻ പറഞ്ഞ അത്ര രീതിയിലുള്ള വാല്യൂ പോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ ഗവൺമെന്റ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അതിൽ നിന്നും വഴുതി മാറിയിട്ട് അവര് തീവ്രവാദികളെ ഇന്ത്യക്ക് കൈമാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ബ്ലണ്ടർ വേറെ ഒന്നുമില്ല. ഇന്ത്യൻ ആർമിയിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം, അതായത് എല്ലാ ആർമി പേഴ്സണൽ, എല്ലാ സോൾജേഴ്സും ഡ്രോൺ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. 2027 പൂർത്തിയാകുന്നതിന് മുമ്പ് ഇന്ത്യൻ ആർമിയിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും ഡ്രോൺ ഇൻഡിപെൻഡന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2027 ഡിസംബറിനുള്ളിൽ ഇന്ത്യൻ ആർമിയിലുള്ള എല്ലാ സോൾജേഴ്സും ഡ്രോൺ ഉപയോഗിക്കുന്നതിൽ എക്സ്പേർട്ട് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം അതായത് ഈ 2 രാജ്യങ്ങളും തമ്മിൽ 2 രാജ്യങ്ങൾക്ക് മ്യൂച്വൽ ആയിട്ട് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു അലൈ എന്നുള്ളതിനുപരിയായിട്ട് ഇന്ത്യ ആരുടെയും അലയല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് റിലേഷൻഷിപ്സ് ഉണ്ട്, അത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആണ്. അത് വ്യക്തമായും ഡിപ്ലോമാറ്റിക് നയതന്ത്ര ബന്ധം മാത്രമാണ്. അതിലുപരിയായിട്ട് ചില ഫേവറുകൾ നമ്മൾ ചെയ്യാറുണ്ട്, അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നെങ്കിൽ മാത്രമാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ആരുടെയും അലയായിട്ട് നിൽക്കാറില്ല. നമ്മൾ US പിന്തുടർന്നോ അല്ലെങ്കിൽ റഷ്യയെ പിന്തുടർന്നോ നമ്മൾ നിൽക്കാറില്ല. നമ്മൾ റഷ്യയുമായിട്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മുതൽ തന്നെ നല്ല രീതിയിലുള്ള ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാലും നമ്മൾ റഷ്യക്ക് ഇന്ത്യക്കുള്ളിൽ ഒരു ബേസ് കൊടുത്തിട്ടുണ്ടോ? മിലിറ്ററി ബേസ് ഒരിക്കലും കൊടുക്കില്ല. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്ത്യൻ ഡിപ്ലോമസി ഈസ് ലൈക്ക് ദാറ്റ്. അത് അത്രേ ഉള്ളൂ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഈ ഫുൾ സ്റ്റോപ്പ് മനസ്സിലാക്കാത്ത അമേരിക്ക, കാരണം അമേരിക്കയ്ക്കും നമുക്ക് തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നല്ലോ. അവര് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിരുന്ന ടീമുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഡിപ്ലോമസിയെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധ്യം അവർക്കില്ല. കഴിഞ്ഞ ഒരു 4-5 വർഷം നമ്മൾ ഒരു മൾട്ടിപോളർ അലയൻസ് എന്നുള്ള നിലയിൽ കുറച്ച് ഡീപ്പായിട്ട് അമേരിക്കയുമായിട്ട് ഒരു
അമേരിക്കയുമായിട്ട് നമ്മൾ ഡിപ്ലോമസി കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തപ്പോഴത്തേക്കും അവർക്ക് തോന്നിയത് നമ്മൾ മറ്റെല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് നമ്മൾ അമേരിക്കയോട് മാത്രം പോയി ചേർന്ന് നിൽക്കും എന്നാണ് അവർക്ക് തോന്നുന്നത്. അത് അവരുടെ തോന്നൽ മാത്രമാണ്. ഇന്ത്യയുടെ ഡിപ്ലോമസി അതല്ല. ഇന്ത്യക്ക് ക്വാഡ് കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അവർ. അത് കൊടുക്കേണ്ടത് അവർക്ക് അനിവാര്യമായതുകൊണ്ടാണ്. ഇന്ത്യ ക്വാഡ് കമ്മിറ്റിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യൻ ഓഷനിലുള്ള ഫുൾ സെക്യൂരിറ്റി ഇന്ത്യ ഉറപ്പുവരുത്തും. കാരണം അത് ഇന്ത്യക്ക് ആവശ്യമാണ്. നമ്മളെ ക്വാഡ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തതിലൂടെ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ ഈ രാജ്യങ്ങൾക്കൊക്കെ കിട്ടിയ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 24/7 ഇന്ത്യൻ ഓഷൻ ഫുൾ കൺട്രോളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി അവർക്കും കൂടെ ഗുണകരമാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരു രീതിയിലുള്ള സ്പെഷ്യൽ എഫേർട്ടും ഈ ക്വാഡ് സബ്മിറ്റിൽ തന്നിട്ടില്ല. പല വാഗ്ദാനങ്ങളും അവർ തന്നിട്ടുണ്ട്. അതായത് ഇന്ന ഷിപ്പ് ഇന്ത്യക്ക് കൊടുക്കും, ഇന്ന സമറൈൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പല വാഗ്ദാനങ്ങളും പല പല മീറ്റിങ്ങുകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു രീതിയിലുള്ള വിഷയങ്ങളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതായത് കൂടെ മീറ്റിംഗ് നടക്കും എന്നുള്ളതിലുപരിയായിട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വരുന്ന സമയത്താണെങ്കിൽ മരുന്നിന് പോലും ഒരു രണ്ടാമത്തെ മീറ്റിംഗ് നടന്നിട്ടില്ല. ആ 4 വർഷവും ജസ്റ്റ് ഒറ്റ മീറ്റിംഗിൽ മാത്രമേ ബൈഡൻ പങ്കെടുത്തിട്ടുള്ളൂ, ക്വാഡ് സബ്മിറ്റിൽ. അപ്പൊ ആ രീതിയിൽ അവർക്ക് വേണ്ട സമയത്ത് ആക്റ്റീവ് ആക്കും, അവർക്ക് വേണ്ടാത്ത സമയത്ത് ഇനാക്റ്റീവ് ആയിട്ടും വെച്ചിരിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് അവർ തന്നെ ക്വാഡിനെ കാണുന്നത്. ക്വാഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടേണ്ടത് ഓസ്ട്രേലിയയും ജപ്പാനുമാണ്. കാരണം അവർക്കാണ് ചൈനയുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ത്രെട്ട് ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടെ സേഫ് ആണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു ശക്തി എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഓഷൻ ഏരിയയിൽ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സെക്യൂരിറ്റിയുടെ പ്രൊട്ടക്ഷൻ അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയെ ക്വാഡിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ക്വാഡ് സമ്മിറ്റിൽ ഇന്ത്യയെ പുകഴ്ത്തി വാനോളം പുകഴ്ത്തിയൊക്കെ സംസാരിക്കും. അതൊന്നും ഈ ട്രേഡ് റിലേഷൻഷിപ്പിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്ലോമാറ്റിക് ഇഷ്യൂസിനെയോ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അത് പ്യൂർലി മാരിടൈം സെക്യൂരിറ്റി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ നിലവില് അമേരിക്ക ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ റഷ്യയുമായിട്ട് ഇന്ത്യക്കുള്ള റിലേഷൻഷിപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ 500% താരിഫ് എന്നൊക്കെ പറഞ്ഞ് വരട്ടുന്നത് അത് അമേരിക്കയുടെ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അതിന് ഇന്ത്യ ഒരു രീതിയിലും ഒരു ചെറിയ കുലുക്കം പോലും തട്ടില്ല ഇന്ത്യക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ഇന്നലെ ഫുൾ അർജന്റീനയിലായിരുന്നു. അർജന്റീന പ്രൈം മിനിസ്റ്റർ മിലയുമായിട്ട് നല്ല രീതിയിലുള്ള ഡിസ്കഷൻസ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടത്തിയത്. അതിൽ ട്രേഡ്, അഗ്രികൾച്ചർ, ഡിഫൻസ് ഈ 3 മേഖലകളിലും ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സുപ്രധാനമായിട്ട് നടത്തിയ വിഷയമാണ്. കാരണം ട്രേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം അമേരിക്ക പലതരത്തിലുള്ള താരിഫുകളെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മളുടെ ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ നടത്തുന്ന എല്ലാ വിസിറ്റുകളിലും നമ്മൾ ട്രേഡ് ഉൾപ്പെടുത്തുന്നുണ്ട്. അർജന്റീനയുടെ ലോക്കൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇറക്കുമതി ചെയ്യാനും അതുപോലെ അങ്ങോട്ട് ഇന്ത്യൻ പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യാനുമുള്ള കംപ്ലീറ്റ് ധാരണാപത്രങ്ങളെല്ലാം റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അർജന്റീന ലിഥിയം ശേഖരം കൂടുതലുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് അർജന്റീന ലിഥിയം ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യാനുള്ള സുപ്രധാന കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിഷയം അർജന്റീന വിസിറ്റിൽ ഇന്ത്യക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ പാടെ ഈ അർജന്റീന മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ പാടെ പ്രൈം മിനിസ്റ്റർ മോദി നേരെ ബ്രസീലിലോട്ടാണ് പോയിരിക്കുന്നത്. കാരണം അറിയാമല്ലോ, അവിടെ ബ്രസീലിൽ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് നടക്കുകയാണ്. ബ്രിക്സിൽ ശരിക്കും ഇറാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇറാൻ ബ്രിക്സിൽ പെടുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ബ്രിക്സ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അത് ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാവരും പാസ്സാക്കിയ ഒരു ഓപ്പൺ റെസൊല്യൂഷൻ ആണ്. ഇന്ത്യക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് ഒന്നും പറയാനില്ല. സെയിം മെത്തേഡ് തന്നെയാണ് കഴിഞ്ഞ തവണ റഷ്യയിൽ മോസ്കോയിൽ വെച്ച് നടന്ന സമയത്തും ഇതേ റെസൊല്യൂഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടാണ് വന്നത്. അപ്പൊ അതുപോലെ ഇന്ത്യ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും എടുത്തു പറഞ്ഞതായിട്ടൊന്നും പറയപ്പെടുന്നില്ല. ജസ്റ്റ് സൈലന്റ് ആയിട്ട് ഇരുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ഇന്ത്യയുടെ നിലപാട് ഇസ്രായേലോടൊപ്പവും അതേപോലെ തന്നെ ഇറാനോടൊപ്പവും 2 രാജ്യങ്ങളോടും നല്ല റിലേഷൻഷിപ്പ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ഇല്ലാത്തൊരു കൂട്ടായ്മ, ഇറാൻ ഉള്ളൊരു കൂട്ടായ്മ. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഇന്ത്യ ഈ ഒരു തീരുമാനമെടുത്ത് ബ്രിക്സിനോടൊപ്പം ചേർന്ന് പോയിരിക്കുന്നത്. ഷീ ജിൻപിങ് ബ്രിക്സിൽ ഇത്തവണ പങ്കെടുത്തിട്ടില്ല. ഇത്തവണ പങ്കെടുക്കാത്തത് ചൈനയിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ റൈവൽറി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അവിടെ പല തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം സത്യസന്ധമായ വാർത്തയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഷീ ജിൻപിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നില്ല ഇതുവരെ. അവരുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ഡെയിലി ചൈനയ്ക്കുള്ളിൽ വേറെ വിഷയങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഗ്ലോബൽ ടൈംസും അതേപോലെ സൗത്ത് ചൈന പോസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ കുറിച്ച് ഒരു രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എന്തോ ചൈനയ്ക്കുള്ളിൽ ഒന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. കൺഫേം അല്ലാത്ത വാർത്തകൾ നമ്മൾ എയർ ചെയ്യാറില്ല, അതുകൊണ്ടാണ്. അതുപോലെ മ്യാൻമറിന് ചൈന കുറച്ച് ഫൈറ്റർ ജെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഫൈറ്റർ ജെറ്റ് FTC
2000G എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ്. ഈ ഫൈറ്റർ ജെറ്റ് വെടിവെച്ച് വീഴ്ത്തിരിക്കുകയാണ്. അതായത് ജുങ്താഗാഡ്, ഈ ജുങ്താഗാഡ് എന്ന് പറയുന്നതാണ് ചൈനീസ് സപ്പോർട്ടോട് കൂടി അവിടെ പ്രവർത്തിക്കുന്ന ആർമി ഗ്രൂപ്പ്. ഇവരാണ് ആ രാജ്യം ഭരിക്കുന്നത്. രാജ്യം ഭരിക്കുന്നത് വെച്ചാൽ ഇത് ഫുള്ള് ഭരിക്കുന്നതല്ല, ഒരു പ്രത്യേക ഏരിയ, ഒരു മേജർ പോർഷൻ അവരാണ് കൺട്രോൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ജുങ്താഗാഡാണ് അവിടുത്തെ നാഷണൽ ആർമി ആയിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഈ ജുങ്താഗാഡിന് എതിരായിട്ട് അവിടെ ഒരുപാട് ടീമുകളുണ്ട്, ചെറിയ ചെറിയ ടീമുകൾ. അതിലൊന്നാണ് ഈ ഒരു അർക്കൻ ആർമി. ഇതുപോലെ തന്നെ വേറെയും കുറെ ടീമുകളുണ്ട്. അപ്പൊ അതിലൊരു ടീമാണ് ആന്റി ജുങ്താഗാഡ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ഈ ആന്റി ജുങ്താഗാഡ് ടീം ഈ ഫൈറ്റർ ജെറ്റിനെ വെടിവെച്ചിട്ടിരിക്കുകയാണ്. ഇത് ചൈനയ്ക്ക് തുടരെ കിട്ടുന്നത് തന്നെയാണ്. ചൈനയുടെ ഫൈറ്റർ ജെറ്റിനെ ഏതൊരു സാധാരണക്കാരനും, അതായത് സാധാരണ ഈ ജുങ്താഗാഡിനെ എതിർത്ത് നിൽക്കുന്ന ആന്റി ജുങ്താഗാഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് കുറച്ച് വില്ലേജിലുള്ള കുറച്ച് ആൾക്കാർ ചേർന്നുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ ഇതിനെ അടിച്ച് വീഴ്ത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ക്വാളിറ്റിയാണ് ഈ ഒരു ഫൈറ്റർ ജെറ്റിനൊക്കെ ഉള്ളത്? അത് എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. അവിടെ കുറച്ച് പാട്ട പോലെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി എല്ലാവരും കൊടുത്തിരിക്കണം. ഇപ്പൊ ഇറാനും കൊടുത്തിട്ടുണ്ട് 40 J-10C. അതിനിപ്പോ എന്താവും കണ്ടറിയണം. അപ്പൊ എന്തായാലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.